ഇടതുപക്ഷത്തെ പ്രശംസിച്ച രാഹുൽ ഗാന്ധി ഇടതുപക്ഷം ഭരണഘടനാ സ്ഥാപനങ്ങളെ തകർക്കാൻ ശ്രമിച്ചിട്ടില്ല. ബിജെപിയാണ് മുഖ്യ ശത്രു. ഇടതുപക്ഷം രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ ഒന്നും ചെയ്യാത്ത പ്രസ്ഥാനമെന്നും രാഹുൽ ഗാന്ധി. ആലപ്പുഴയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. വിവരങ്ങളുമായി ഞാൻ തീർച്ചയായും വ്യത്യസ്തമായി തന്നെ കാണാൻ ആഗ്രഹിക്കുന്നു. ഇടതുപക്ഷത്തെയും ആർഎസ്എസിനെയും വ്യത്യസ്തമായി കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Of course we fight the left in Kerala. തീർച്ചയായും കേരളത്തിൽ നമ്മൾ ഏറ്റുമുട്ടുന്നത് ഇടതുമുന്നണിയോട്. But the left has never done what the RSS is doing. പക്ഷേ ആർഎസ്എസ് ഈ രാജ്യത്തോട് ചെയ്തത് ഒരിക്കലും ഇടതുപക്ഷം ചെയ്തിട്ടില്ല. The left has never questioned the institutions of this country. ഈ രാജ്യത്തിന്റെ ഭരണഘടനാ സ്ഥാപനങ്ങളെ ഒരിക്കലും ഇടതുപക്ഷം ചോദ്യം ചെയ്തിട്ടില്ല. The left has never questioned the constitution of this country. ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ ഇടതുപക്ഷം ഒരിക്കലും ചോദ്യം ചെയ്തിട്ടില്ല. And the left has never attempted to destroy the institutions of this country. ഒരിക്കലും ഇടതുപക്ഷം ഈ സ്ഥാപനങ്ങളെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ തകർക്കുവാൻ ശ്രമിച്ചിട്ടില്ല. And the battle today is to protect the institutions of this country from the RSS, BJP and Narendra Modi. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രാജ്യത്തിന്റെ ഭരണഘടനാ സ്ഥാപനങ്ങളെ നരേന്ദ്രമോദിയിൽ നിന്നും ആർഎസ്എസിൽ നിന്നും ബിജെപിയിൽ നിന്നും സംരക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടുതൽ വിവരങ്ങളുമായി ഷാജഹാൻ ചേരുകയാണ്. ഷാജഹാൻ, കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരായി രാഹുൽ ഗാന്ധി മത്സരിക്കാൻ എത്തുമ്പോഴും ഇടതുപക്ഷത്തെ പ്രശംസിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗമാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത്. വലിയ രീതിയിലുള്ള പ്രശംസയാണ് അദ്ദേഹം ഇടതുപക്ഷത്തിന് നൽകിയിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്താണ്? എന്തൊക്കെ കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി ആലപ്പുഴയിലെ തന്റെ പ്രസംഗത്തിൽ പറഞ്ഞത്? രേഷ്മ, കേരളത്തിൽ ബിജെപിയേക്കാൾ കൂടുതലായിട്ട് ഇടതുപക്ഷത്തെ ആക്രമിക്കുന്ന രമേശ് ചെന്നിത്തല അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളെ വേദിയിൽ ഇരുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു വിശദീകരണം കോൺഗ്രസിന്റെ അധ്യക്ഷൻ നൽകിയത്. RSSനെ ചെറുക്കാൻ രാജ്യത്ത് കോൺഗ്രസ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇടതുപക്ഷത്തെയും RSSനെയും വ്യത്യസ്തമായിട്ടാണ് കോൺഗ്രസ് കാണുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. കേരളത്തിൽ ഇടതുപക്ഷമാണ് മുഖ്യ ശത്രു എങ്കിൽ പോലും RSS രാജ്യത്തോട് ചെയ്ത ദ്രോഹങ്ങളൊന്നും തന്നെ ഇടതുപക്ഷം ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. ഭരണഘടനയോ ഭരണഘടനാ സ്ഥാപനങ്ങളെയോ ആക്രമിക്കുകയോ അത് ചോദ്യം ചെയ്യുകയോ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ തകർക്കാൻ BJP അടക്കമുള്ള കക്ഷികൾ ശ്രമം നടത്തുമ്പോൾ അത്തരത്തിലുള്ള യാതൊരുവിധ പരിശ്രമങ്ങൾക്കും നേതൃത്വം കൊടുക്കാത്ത അല്ലെങ്കിൽ അത്തരം ശ്രമം നടത്താത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇടതുപക്ഷമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഇത്തരത്തിൽ വളരെ പ്രശംസിച്ചുകൊണ്ടാണ് ഇടതുപക്ഷത്തെ പ്രശംസിച്ചുകൊണ്ടാണ് ആലപ്പുഴയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് യോഗത്തിൽ രാഹുൽ ഗാന്ധി തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഇതിൽ എടുത്തു പറയേണ്ടത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇടതുപക്ഷത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ള കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ തന്റെ അഭിപ്രായങ്ങൾ പങ്കുവച്ചത്. ഷാജഹാൻ, മറ്റൊരു ശ്രദ്ധേയമായ കാര്യം എന്നത് കോൺഗ്രസ് സംസ്ഥാന നേതാക്കളായ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല അടക്കമുള്ള കോൺഗ്രസിന്റെ വിവിധ നേതാക്കൾ ആ വേദിയിൽ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഇതുവരെയും കോൺഗ്രസ് നേതാക്കൾ CPM-നെ ഇടതുപക്ഷത്തെയോ കടന്ന് ആക്രമിക്കുന്നത് പോലെ ഒരു രീതിയിലും ഒരു ഘട്ടത്തിലും BJP-യോ NDA സർക്കാരിനെയോ ആക്രമിച്ചിട്ടില്ല. ഈ ഒരു ഘട്ടത്തിലാണ് കോൺഗ്രസ് അധ്യക്ഷനായ രാഹുൽ ഗാന്ധി ഇവിടെ കേരളത്തിൽ വന്ന് പ്രസംഗിക്കുമ്പോൾ ഇടതുപക്ഷത്തെ വലിയ രീതിയിൽ പ്രശംസിച്ചുകൊണ്ടും NDA എതിർത്തുകൊണ്ടും സംസാരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണല്ലോ. തീർച്ചയായിട്ടും രേഷ്മ, നമുക്കറിയാം BJP ഇടതുപക്ഷത്തിന്റെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെയും ഒക്കെ മുഖ്യ ശത്രു തന്നെയാണ്. പക്ഷെ എങ്കിൽ പോലും കേരളത്തിൽ BJP-യുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന ചില കോൺഗ്രസ് നേതാക്കളുണ്ട് എന്നുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് രാഹുൽ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. കാരണം തങ്ങളുടെ മുഖ്യ ശത്രു, കോൺഗ്രസിന്റെ മുഖ്യ ശത്രു എന്ന് പറയുന്നത് BJP തന്നെയാണ്. കേരളത്തിൽ ശത്രു ഇടതുപക്ഷമായിരിക്കാം, പക്ഷെ രാജ്യത്തെ മുഖ്യ ശത്രു BJP തന്നെയാണ്. ഈ BJP രാജ്യത്തോട് ചെയ്തിട്ടുള്ള ദ്രോഹങ്ങളൊന്നും തന്നെ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം പ്രധാനമായിട്ടും പറഞ്ഞത്. BJP-യെയും RSS-നെയും രണ്ടായിട്ട് വേണം കാണേണ്ടത്. കാരണം ഇടതുപക്ഷം RSS-നെ അപേക്ഷിച്ച് അത്രത്തോളം അപകടകാരികളല്ല എന്നുള്ളതാണ് അദ്ദേഹം പ്രധാനമായിട്ടും പറഞ്ഞത്. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് കേരളത്തിൽ ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കുന്ന രമേശ് ചെന്നിത്തല അടക്കമുള്ള, അതായത് BJP-യെ വളരെ സോഫ്റ്റായിട്ട് സംസാരിക്കുകയും അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിനെതിരെ വളരെ ശക്തമായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്യുന്ന രമേശ് ചെന്നിത്തല അടക്കമുള്ള കോൺഗ്രസിന്റെ നേതാക്കളെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി ഇടതുപക്ഷത്തെ പ്രശംസിച്ചുകൊണ്ട് ആലപ്പുഴയിൽ സംസാരിച്ചത്.
വ്യക്തമാണ് ഷാജഹാൻ കോൺഗ്രസിന്റെ മുഖ്യ ശത്രു ബിജെപി ആണെന്ന് രാഹുൽ ഗാന്ധി ആലപ്പുഴയിൽ പറഞ്ഞിരിക്കുന്നു. വിവരങ്ങളാണ് ഷാജഹാൻ നൽകിയത്. കേരളത്തിന്റെ മഹിമ കണ്ടാണ് ഇങ്ങോട്ട് വന്നതെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇവിടെ ആരെയാണ് തകർക്കാൻ ശ്രമിക്കുന്നത്? ഇടതുപക്ഷത്തിന്റെ കരുത്ത് രാഹുൽ വയനാട്ടിൽ കാണാൻ പോകുന്നതേയുള്ളൂ. നിങ്ങൾ വന്നതുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞങ്ങൾക്ക് 20-ൽ ഒരാൾ മാത്രമാണ് രാഹുൽ ഗാന്ധി എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. രാഹുൽ ഗാന്ധി ഇന്ന് വന്നിട്ട് പറയാണ് ഈ കേരളത്തിന്റെ ഒരു മഹിമ കണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. മലയാളി എന്ന് പറഞ്ഞാൽ രാജ്യം ആകെ അംഗീകരിക്കുന്നത് അതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ്. തരക്കേടില്ലത്. ആരെ നേരിടാനാ? ഞങ്ങൾ ആ ഘട്ടത്തിൽ തന്നെ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലൂടെ മത്സരത്തിലൂടെ നൽകുന്ന സന്ദേശമെന്ത്? കേരളത്തിൽ വന്ന് മത്സരിക്കുമ്പോൾ നൽകുന്ന സന്ദേശം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയാണ് തകർക്കേണ്ടത്. ഇടതുപക്ഷത്തെയാണ് രാജ്യത്ത് തകർക്കേണ്ടത്. അതാണോ നമ്മുടെ രാജ്യത്തിന്റെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നില? നമ്മുടെ രാജ്യം വർഗീയതയുടെ ഏറ്റവും വലിയ ആപത്ത് നേരിടുമ്പോൾ ആ വർഗീയതക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിച്ച് രാജ്യത്താകെ നിന്നത് ഇടതുപക്ഷമല്ലേ? ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി സിജു കണ്ണൻ ചേരുകയാണ്. സിജു, മുഖ്യമന്ത്രി നിലപാട് വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു. ഇടതുപക്ഷത്തിന് 20-ൽ ഒരാൾ മാത്രമാണ് രാഹുൽ ഗാന്ധി എന്ന പിണറായി വിജയൻ വീണ്ടും ഉറച്ചു തന്നെ പറഞ്ഞിരിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ പറഞ്ഞത്? രേഷ്മ, ഇന്ന് രാഹുൽ ഗാന്ധി UDFന്റെ പ്രചാരണത്തിനായി കേരളത്തിലുണ്ട്. ഈ പ്രചാരണത്തിനിടയിൽ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശങ്ങൾക്കെതിരെ ഒന്നുകൂടി ഇടതുപക്ഷത്തിന്റെ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് ഒന്നുകൂടി ഇടതുപക്ഷത്തിന്റെ നിലപാട് ശക്തമായി ഊന്നി പറയുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തത്. ഇന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് കേരളത്തിന്റെ മഹിമ കണ്ടാണ് കേരളത്തിൽ മത്സരിക്കാൻ വന്നതെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. എന്നാൽ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ആരെയാണ് തകർക്കാൻ ശ്രമിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. വർഗീയത ഉയർന്നു വന്ന സാഹചര്യത്തിലെല്ലാം അതിനെ ശക്തമായി എതിർത്ത പ്രസ്ഥാനമാണ് ഇടതുപക്ഷം. മതനിരപേക്ഷ നിലപാട് എപ്പോഴും ശക്തമായി ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷത്തെ തകർക്കണം എന്ന സന്ദേശമാണ് രാഹുൽ ഗാന്ധിയുടെ വയനാട് സ്ഥാനാർത്ഥിത്വത്തിലൂടെ UDF നൽകാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഇടതുപക്ഷത്തിന്റെ കരുത്ത് പ്രത്യേകിച്ച് വയനാട്ടിൽ, അതോടൊപ്പം തന്നെ കേരളത്തിലാകെ ഇടതുപക്ഷത്തിന്റെ കരുത്ത് രാഹുൽ ഗാന്ധി തിരിച്ചറിയാൻ പോകുന്നതേയുള്ളൂ എന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിച്ചതുകൊണ്ട് ഇടതുപക്ഷത്തിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്ന UDFന്റെ 20 സ്ഥാനാർത്ഥികളിൽ ഒരാൾ മാത്രമാണെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു. അതുപോലെ തന്നെ UDFനും അതോടൊപ്പം തന്നെ പ്രധാനമായും കോൺഗ്രസിനും വർഗീയതക്കെതിരായ നിലപാടെടുക്കാൻ കഴിയില്ല. കോൺഗ്രസിന് വോട്ട് ചെയ്താൽ മതനിരപേക്ഷത സംരക്ഷിക്കപ്പെടില്ല എന്നുകൂടി മുഖ്യമന്ത്രി പറഞ്ഞു. ആട്ടിൻകുട്ടിയെ പ്ലാവില കാട്ടി കൊണ്ടുപോകുന്നത് പോലെയാണ് കോൺഗ്രസ് നേതാക്കൾ BJPയിലേക്ക് പോകുന്നത്. ഇതിന് സമാനമായി നോട്ടുകെട്ടുകൾ കാണിച്ച് കോൺഗ്രസ് നേതാക്കൾ ഓരോ ദിവസവും BJPയിലേക്ക് പോവുകയാണെന്നും അതുകൊണ്ട് വർഗീയതക്കെതിരായ ശക്തമായ നിലപാടെടുക്കാൻ കോൺഗ്രസിന് കഴിയില്ലെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. പാലക്കാട് മണ്ഡലത്തിൽ ഇന്ന് 2 തിരഞ്ഞെടുപ്പ് റാലികളിലാണ് മുഖ്യമന്ത്രി പങ്കെടുത്തത്. മലമ്പുഴ നിയോജക മണ്ഡലത്തിലെ എലപ്പുള്ളിയിലും ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് റാലിയിൽ ഒറ്റപ്പാലം ടൗണിലും മുഖ്യമന്ത്രി സംസാരിച്ചു. അതോടൊപ്പം തന്നെ പൊന്നാനി നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന തൃത്താലയിലും മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്തു. രേഷ്മ, വ്യക്തമാണ് സിജു. കേരളത്തിന്റെ മഹിമ കണ്ടാണ് ഇങ്ങോട്ട് വന്നതെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇവിടെ ആരെയാണ് തകർക്കാൻ ശ്രമിക്കുന്നതെന്നും ഇടതുപക്ഷത്തിന്റെ കരുത്ത് രാഹുൽ വയനാട്ടിൽ കാണാൻ പോകുന്നതേയുള്ളൂ എന്നും മുഖ്യമന്ത്രി പാലക്കാട് പറഞ്ഞു. വിവരങ്ങളാണ് സിജു കണ്ണൻ നൽകിയത്. ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവന്ന സാക്ഷരതയും ഉന്നത വിദ്യാഭ്യാസ നേട്ടങ്ങളെയും പുകഴ്ത്തി രാഹുൽ ഗാന്ധി. കേരളം സ്നേഹത്തോടും സാഹോദര്യത്തോടുമുള്ള സംസ്ഥാനമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. അതേസമയം കൊടിക്കുന്നിൽ സുരേഷിനെ വാഴ്ത്തിയ രാഹുൽ പ്രേമചന്ദ്രനെ പരിചയപ്പെടുത്തിയില്ല. രാഹുൽ ഗാന്ധി കേരളത്തെ വാഴ്ത്തി. മതസൗഹാർദ്ദവും സാഹോദര്യവുമുള്ള കേരളം മികച്ചതാണെന്നും ഇവിടുത്തെ സാക്ഷരതയും വിദ്യാഭ്യാസ നേട്ടങ്ങളും പ്രശംസനീയമാണെന്നും അതും മറ്റുള്ള രാജ്യങ്ങൾക്കും മറ്റ് സംസ്ഥാനങ്ങൾക്കും മാതൃകയാണെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി. I chose Kerala because you are a very, very good example of this philosophy. Your history of tolerance, your history of understanding different cultures, your history of being connected to the rest of the world, not with a inferiority, but with an openness, not with fear, but with confidence.
UDF സ്ഥാനാർത്ഥിയായ കൊടിക്കുന്നിലിനെ ചേർത്തുപിടിച്ച് പ്രശംസിച്ച രാഹുൽ ഗാന്ധി പ്രേമചന്ദ്രനെ ആശംസിച്ചില്ല. ഒടുവിൽ മുല്ലപ്പള്ളി ഇടപെട്ടപ്പോഴും സ്വയം പരിചയപ്പെടുത്താൻ രാഹുൽ നിർദ്ദേശിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മംഗലാപുരത്ത് നിന്നുള്ള 15 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ അടിയന്തര ഹൃദയ ശസ്ത്രക്രിയയ്ക്കായി കൊച്ചി അമൃത ആശുപത്രിയിൽ എത്തിച്ചു. രാവിലെ 10:30 പുറപ്പെട്ട ആംബുലൻസാണ് വൈകുന്നേരം 4:30 കൊച്ചി അമൃത ആശുപത്രിയിൽ എത്തിച്ചത്. സർക്കാർ ഇടപെടലിനെ തുടർന്നാണ് ശ്രീചിത്ര ആശുപത്രിയിൽ എത്തിക്കേണ്ട കുഞ്ഞിനെ അമൃത ആശുപത്രിയിൽ എത്തിച്ചത്. ആംബുലൻസ് എത്രയും വേഗം ലക്ഷ്യസ്ഥാനത്തെത്താൻ എല്ലാവരും സഹകരിക്കണമെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പേജിലൂടെ അഭ്യർത്ഥിച്ചിരുന്നു. വിവരങ്ങളുമായി വിഷ്ണു പ്രസാദ് ചേരുകയാണ്. വിഷ്ണു, ആദ്യഘട്ടം കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനുള്ള ആദ്യഘട്ട പരിശ്രമങ്ങൾ പൂർത്തിയായിരിക്കുന്നു. ഇനി രണ്ടാം ഘട്ടം എപ്പോഴാണ്? ശസ്ത്രക്രിയ എപ്പോഴാണ്? കുഞ്ഞിനെ പരിശോധിച്ച ശേഷം ഡോക്ടർമാർ എന്താണ് പറയുന്നത്? വിശദാംശങ്ങൾ എന്താണ്? രേഷ്മ, ഇപ്പോൾ കുഞ്ഞിനെ ചികിത്സിക്കുന്ന ഡോക്ടർ ഇവിടെ ആശുപത്രി അല്പനേരം മുൻപ് മാധ്യമങ്ങളെ കണ്ട് കുഞ്ഞിന്റെ ആരോഗ്യത്തെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയിരുന്നു. ഡോക്ടർ പറയുന്നത് ഈ കുട്ടിക്ക് ഗുരുതരമായ നിരവധി പ്രശ്നങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ കാണുകയുണ്ടായി എന്നാണ്. അതായത് ആദ്യഘട്ടത്തിൽ കുഞ്ഞിന്റെ ഹൃദയത്തിന് ഒരു ദ്വാരമുണ്ടെന്നും വാൽവിന് തകരാറുണ്ടെന്നും ഹൃദയത്തിലേക്കുള്ള പ്രധാനപ്പെട്ട ഞരമ്പുകൾക്ക് ഉൾപ്പെടെ പ്രശ്നങ്ങളുണ്ടെന്നും ഡോക്ടർ വിലയിരുത്തുകയുണ്ടായി. എന്തായാലും ഇനി സ്കാനിംഗ് ഉൾപ്പെടെയുള്ള പരിശോധനകൾ നടക്കേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കുഞ്ഞിന്റെ തലച്ചോറിനോ മറ്റു അവയവങ്ങൾക്കോ ഒന്നും ആന്തരിക അവയവങ്ങൾക്കൊന്നും പ്രശ്നമില്ല എന്ന ഒരു നിഗമനം കിട്ടിയാൽ മാത്രമേ ഈ ഒരു ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനാകൂ. ആദ്യഘട്ടത്തിൽ ഇപ്പോൾ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞിന് പ്രധാനമായി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ഉടനെ തന്നെ ഈ കുഞ്ഞ് ആരോഗ്യം അല്ലെങ്കിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ കുഞ്ഞിന്റെ ആരോഗ്യനില പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണെന്നും ഡോക്ടർ പറയുകയുണ്ടായി. ഹൃദ്യം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ കുഞ്ഞിനെ കൊച്ചിയിലുള്ള അമൃത ആശുപത്രിയിൽ എത്തിച്ചിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ഒരുക്കങ്ങളോട് കൂടി തന്നെയായിരുന്നു കുഞ്ഞ് സ്വീകരിച്ചത്. 465 കിലോമീറ്റർ 4 മണിക്കൂർ 20 മിനിറ്റ് സമയം കൊണ്ടാണ് കുഞ്ഞിനെയും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് എത്തിയത്. കാസർഗോഡ് പുതുമ സ്വദേശിയായ ഹസനായിരുന്നു വാഹനം ഓടിച്ചത്. ഹസന്റെ രണ്ടാമത്തെ ദൗത്യമായിരുന്നു ഇത്. ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിൽ എത്തിക്കാനായിരുന്നു വിചാരിച്ചിരുന്നതെങ്കിലും ഈ ഒരു ഹൃദ്യം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുഞ്ഞിന് ആവശ്യമായ എല്ലാ മികച്ച ചികിത്സയും ഇവിടെ ലഭ്യമാക്കാമെന്ന ആഭ്യന്തരമന്ത്രിയുടെ ആരോഗ്യമന്ത്രിയുടെ ഒരു ഉറപ്പ്. ആ ഒരു ഉറപ്പാണ് ഇപ്പോൾ ഈ ഒരു ചികിത്സയിൽ നിർണായകമായ പല മണിക്കൂറുകൾ ലാഭിച്ചിട്ടുള്ളത്. കാരണം ഒരുപക്ഷെ ഇത് തിരുവനന്തപുരം വരെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ സമയം ആവശ്യമായി വരുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അതൊന്നുമില്ലാതെ സുഖകരമായി ആ യാത്ര പോലീസ് അകമ്പടിയോട് കൂടി ഇവിടെ എത്തിയിരിക്കുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു നന്ദി തന്നെയാണ് ഇവർക്ക് പറയാനുള്ളത്. കാരണം വഴിയിലുടനീളം ലഭിച്ച സഹായങ്ങൾ പോലീസ് ഉൾപ്പെടെ പൊതുജനങ്ങൾ ഉൾപ്പെടെ വിവിധ സംഘടനകൾ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു റോഡിലിറങ്ങി ഇവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി വഴിയൊരുക്കുകയും ചെയ്തിരുന്നു. കൂടാതെ ഈ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വലിയ രീതിയിൽ മാധ്യമങ്ങളും ഈ ഒരു വിഷയത്തിൽ വലിയ രീതിയിൽ ഒരു നല്ല മുന്നേറ്റമാണ് സൃഷ്ടിച്ചത്. ഒരുപക്ഷെ പ്രളയം കഴിഞ്ഞാൽ ഏറ്റവും അധികം ഒരു സമൂഹ മാധ്യമങ്ങൾ നടത്തിയ ഏറ്റവും മികച്ച കാര്യം എന്ന് തന്നെ വേണം ഇതിനെ വിശേഷിപ്പിക്കാൻ. ഒരു കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ഇത്രയധികം ആളുകൾ ചേർന്ന് നടത്തുന്ന ഒരു പ്രവർത്തനം, അത് അതിന്റെ ഫലം കണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് രേഷ്മ ഇപ്പോൾ പറയാനുള്ളത്. ഇതിൽ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഒരു പങ്കും. മുഖ്യമന്ത്രി സമൂഹ മാധ്യമങ്ങളിലൂടെ മറ്റു മന്ത്രിമാരും സമൂഹ മാധ്യമങ്ങളിലൂടെ എത്തി ജനങ്ങളോട് നേരിട്ട് അഭ്യർത്ഥന നടത്തുകയായിരുന്നു. അതെല്ലാം ജനങ്ങൾ സ്വീകരിച്ചു. അതുകൊണ്ട് തന്നെയാണ് കക്ഷി രാഷ്ട്രീയ മതജാതി ഭേദമന്യേ ആളുകൾ റോഡിലിറങ്ങി ഈ ആംബുലൻസിന് വേണ്ടി വഴിയൊരുക്കിയത്. രേഷ്മ, വ്യക്തമാണ് വിഷ്ണു. മംഗലാപുരത്ത് നിന്നുള്ള 15 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ അടിയന്തര ഹൃദയ ശസ്ത്രക്രിയയ്ക്കായി കൊച്ചി അമൃത ആശുപത്രിയിൽ എത്തിച്ചു. വിവരങ്ങളാണ് വിഷ്ണു പ്രസാദ് കൊച്ചിയിൽ നിന്നും നൽകിയത്. കാട്ടാക്കടയിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗം തടസ്സപ്പെടുത്താൻ നടത്തിയ ശ്രമം LDF തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിനും പരാതി നൽകി. മുഖ്യമന്ത്രിയുടെ യോഗം അലങ്കോലപ്പെടുത്താൻ മനഃപൂർവ്വമായ ശ്രമമെന്ന പരാതി. മൈക്ക് വെക്കാൻ പോലീസ് അനുമതി നൽകാൻ പാടില്ലായിരുന്നുവെന്ന LDF. ബോധപൂർവ്വം മൈക്ക് വെച്ച് പ്രശ്നമുണ്ടാക്കാനുള്ള ശ്രമമായിരുന്നുവെന്നും LDF. മുഖ്യമന്ത്രിയുടെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ടാണ് കാട്ടാക്കട സർക്കിൾ ഇൻസ്പെക്ടർ സുനിൽകുമാറിനെതിരെ LDF ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം സെക്രട്ടറി ശിവൻകുട്ടി പരാതി നൽകിയിരിക്കുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയ്ക്കാണ് പരാതി. വിഷുദിനത്തിൽ കാട്ടാക്കടയിൽ സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ മുഖ്യമന്ത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കെ അടുത്തുള്ള കാട്ടാക്കട ദേവീക്ഷേത്രത്തിലെ മൈക്കിൽ നിന്നും തുടർച്ചയായി ശരണം വിളികൾ ഉയർന്നു. LDF നേതാക്കൾ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും വിഷയത്തിൽ ഇടപെടാൻ സർക്കിൾ ഇൻസ്പെക്ടർ തയ്യാറായില്ല. ക്ഷേത്രം ഭാരവാഹികൾ ബോധപൂർവം കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചു എന്നാണ് LDFന്റെ ആരോപണം. മുഖ്യമന്ത്രി പ്രസംഗിക്കുന്ന യോഗം മനഃപൂർവ്വം
അലങ്കോലപ്പെടുത്തുന്നതിന് വേണ്ടി ഏതാനും പേർ ചെയ്ത കാര്യമാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഞങ്ങളുടെ സമ്മർദ്ദത്തിൻ്റെ ഫലമായി സർക്കിൾ ഇൻസ്പെക്ടർ വാഹനത്തിൽ ചെന്ന് 3/4 കിലോമീറ്റർ നേരം വാഹനത്തിൽ ചെന്ന് ക്ഷേത്ര കമ്മിറ്റിക്കാരോട് പറയുന്നതിന് പകരം നടന്നു ചെന്നാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. മുഖ്യമന്ത്രി സംസാരിക്കുന്ന ഒരു വേദി അതിന് സംരക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്വം പോലീസിനും സർക്കിൾ ഇൻസ്പെക്ടർ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ അതിൽ നിരുത്തരവാദിത്വം കാണിച്ചതിന്റെ കാര്യത്തിൽ തർക്കമില്ല. തന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ ബോധപൂർവമായ വീഴ്ച വരുത്തി ഉദ്യോഗസ്ഥനെ ശിക്ഷിക്കണമെന്നാണ് LDFന്റെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ CPIM കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. കേരളത്തെ അപമാനിച്ച് മോദി നടത്തിയ ശബരിമല പരാമർശത്തിനെതിരെയാണ് പരാതി. സംസ്ഥാനത്ത് വർഗീയ ചേരിതിരിവ് ലക്ഷ്യമിട്ടാണ് മോദി പ്രസംഗിച്ചതെന്ന് CPIM പൊളിറ്റ് ബ്യൂറോ അംഗം നീലോത്പൽ ബസു നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടി. പ്രത്യക്ഷമായ തെരഞ്ഞെടുപ്പ് ലംഘനം നരേന്ദ്രമോദി നടത്തിയെന്ന് ചൂണ്ടിക്കാണിച്ചാണ് CPIM കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. ഏപ്രിൽ 13 തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ രാമനാഥപുരത്തും പിന്നീട് ബാംഗ്ലൂരിലും നടത്തിയ പ്രസംഗത്തിൽ ശബരിമല പ്രധാന പ്രചാരണ വിഷയമാക്കി. കമ്മ്യൂണിസ്റ്റുകാരും മുസ്ലിം ലീഗും വിശ്വാസത്തെ തകർക്കുകയാണെന്നും അപകടകരമായ കളിയാണെന്നും മോദി പ്രസംഗിച്ചു. വോട്ടിനായി വിശ്വാസത്തെ ഉപയോഗിച്ച മോദി കേരളത്തിലടക്കം വർഗീയ ചേരിതിരിവിനാണ് ലക്ഷ്യം വെച്ചതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ച കത്തിൽ CPIM ചൂണ്ടിക്കാട്ടുന്നു. മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന് മാത്രമല്ല, ശബരിമലയെയും അയ്യപ്പനെയും പ്രചാരണത്തിന് ഉപയോഗിക്കരുതെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിനെ വെല്ലുവിളിക്കുകയാണ് മോദി ചെയ്തിരിക്കുന്നത്. പ്രസംഗത്തിനെതിരെ കമ്മീഷൻ കടുത്ത നടപടി സ്വീകരിക്കണമെന്ന് CPIM ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി വിമർശനത്തെ തുടർന്ന് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ച നേതാക്കൾക്കെതിരെ കമ്മീഷൻ നടപടി സ്വീകരിച്ചതിനെയും പരാതിയിൽ പ്രത്യേകം എടുത്തു പറയുന്നു. CPIMന് വേണ്ടി പൊളിറ്റ് ബ്യൂറോ അംഗം നീലോത്പൽ ബസുവാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചത്. കേരളത്തെ മൊത്തം അപമാനിക്കുന്ന തരത്തിൽ മോദി നടത്തിയ പ്രസംഗത്തിനെതിരെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും നേരത്തെ രംഗത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി.